വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. 3000 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഇരുനില വീടിൻ്റെ ഹോം ടൂർ ആണ് ഇന്ന് ചെയ്യുന്നത്. വീടിൻ്റെ 4 ഭാഗവും മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട്. സെറാമിക് വോൾട്ടയിലാണ് എക്സ്റ്റീരിയർ വോൾസിൻ്റെ ചില ഭാഗങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ മിഡിൽ പാർട്ടിലായാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് സ്റ്റൈലിലുള്ള റൂഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കോൺക്രീറ്റ് ബ്ലോക്സും നാച്ചുറൽ ഗ്രാസും ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റൈലിൽ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചുമരിൽ ഗ്രൂവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വുഡൻ ചെയേഴ്സാണ് സീറ്റിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിലുള്ള തൂണുകളൊക്കെ സെറാമിക് ആഡീസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലായി ഡ്രോയിങ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാണാം. വളരെ എലിഗന്റ് ആയിട്ടുള്ള രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ബീജ് ആൻഡ് വുഡൻ കളറിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഏരിയ കൊടുത്തിട്ടുള്ളത്. സോഫ സെറ്റ്, കർട്ടൻസ്, ടിവിക്കായിട്ടുള്ളൊരു സ്പേസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ഹാങ്ങിങ് ലൈറ്റും LED ബൾബ്സും ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹോൾ ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ചുമരിന് പകരമായി പെർഗോള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് വർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വുഡൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ഹോൾ ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാർജ് സൈസിൽ ഒരു സമയം 8 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ടേബിൾ സെറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് സ്റ്റെയർ കേസിന് താഴെയായി വാഷിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള മിററും സ്റ്റോറേജ് ക്യാബിനുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് സ്റ്റെപ്സും വുഡൻ റെയിലിംഗ്സും ഉപയോഗിച്ചാണ് സ്റ്റെയർ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ സിറ്റിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വുഡൻ സ്റ്റൈലിലുള്ള ഒരു ഷോക്കേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് പാഷ്യോയിലേക്കാണ്. ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ലോണും ധാരാളം പ്ലാന്റ്സും ഒക്കെ ഉപയോഗിച്ച് കണ്ണിന് നല്ല കുളിർമയേകുന്ന രീതിയിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പ്രെയർ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ലാർജ് സൈസിലുള്ള ഒരു വുഡൻ വാർഡ്രോബാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡബിൾ കോട്ട് ബെഡ്, കർട്ടൻസ് ഒക്കെ വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു വാഷ്റൂമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഡബിൾ കോട്ട് ബെഡ്, കർട്ടൻസ്, വാർഡ്രോബ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലും ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് കിച്ചണിലേക്കാണ്. വിശാലമായിട്ടുള്ള ഒരു മോഡുലാർ കിച്ചണാണിത്. നല്ല ക്വാളിറ്റി റാക്സും ക്യാബിനറ്റ്സും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കാണാം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫയർ പ്ലേസ്, വാഷിംഗ് ഏരിയ, റാക്സ്, കബോർഡ്സ് എല്ലാം നീറ്റായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യുകയാണ്. ആദ്യം തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ കാണാം. ലാർജ് സൈസിലൊരു സോഫയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. TV യൂണിറ്റിനായുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഈ ഒരു ഏരിയയെ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. ആദ്യം തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ LED ലൈറ്റ്സ് ഉപയോഗിച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്ന് വലിയ മിററൊക്കെ കൊടുത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ബാൽക്കണി ഏരിയയിൽ ഗ്ലാസ് ബാരിക്കേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചുമര് മുഴുവനായും സെറാമിക് കാഡീസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഗ്ലാസ് റൂഫിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം. ഡബിൾ കോട്ട് ബെഡ്, കർട്ടൻസ്, വാർഡ്രോബ് എല്ലാം വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്